നമുക്കിന്ന് വീക്കെൻഡ് ആയിട്ട് ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് ഇറങ്ങിയാലോ? വീക്കെൻഡ് ആയിട്ട് റോഡിൽ വലിയ തിരക്കില്ലേലും പബ് എല്ലാം ഫുൾ ആൾക്കാരുണ്ട് നിറഞ്ഞിരിക്കായിരുന്നു. ഇവിടെ എവറി ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഇങ്ങനെ തന്നെയാണ്. എല്ലാ പബ്ബുകളിലും ഒടുക്കത്തെ തിരക്കായിരിക്കും. അവര് എൻജോയ് ചെയ്യട്ടെ. ഞാനിവിടെ എപ്പോഴും സാധനങ്ങൾ മേടിക്കാറുള്ള ലിഡിലാണ്. അങ്ങനെ നമ്മൾ ലിഡിലെത്തി. എനിക്കിവിടെ മെയിൻ ആയിട്ട് വീടിന്റെ അടുത്തുള്ള ഷോപ്സ് ലിഡിലും സൈൻസ്ബറിയും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ അകത്ത് ഒരു ബാസ്ക്കറ്റ് ഒക്കെ എടുത്തു. ഞാനിവിടെ ഷോപ്പിംഗ് ചെയ്യാറോ ഓരോ ആഴ്ച കൂടുമ്പോഴാണ്. ആഴ്ചയിൽ വീട്ടിൽ തീർന്ന സാധനങ്ങൾ അനുസരിച്ച് ഞാൻ വന്ന് വാങ്ങിക്കും. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങി. ആഴ്ചയിൽ 5 ദിവസം ജോലിക്ക് പോണ കാരണം വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും വീട്ടിൽ നടക്കാറില്ല. എന്നാലും ഞാൻ മെയിൻ ആയിട്ട് വീക്കെൻഡ്സിലാണ് കുക്ക് ചെയ്യാറ്. ഒരു 2-3 ദിവസത്തേക്കുള്ളത് ഞാൻ ഒരുമിച്ചിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്ത് വെക്കും. ഞാൻ മെയിൻ ആയിട്ട് ചിക്കനും മുട്ടയും പാലും റാപ്പും ഫ്രൂട്ട്സും ഒക്കെയാണ് ഇവിടുന്ന് മേടിക്കാറ്. ഇവിടെ ഉള്ള മിക്ക മലയാളി പിള്ളേരും കാർട്ട് ലിസ്റ്റ് ഇതൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ അവസാനമായിട്ട് ഒരു ഐസ്ക്രീം കൂടി വാങ്ങി ഈ ആഴ്ചത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. ഇയാള് പിന്നെ എന്നെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചോദിച്ചപ്പോ ഞാൻ പിന്നെ ആവാന്ന് പറഞ്ഞിട്ട് പോന്നു. അങ്ങനെ ബില്ലിംഗ് ഏരിയയിലേക്ക് നിന്നു. ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട സമയമായ കാരണം ഒരു ടില്ല് മാത്രം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവാറായി. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വെളിച്ചുണ്ടായിരുന്നു. ഇപ്പതേ സൂര്യൻ ബൈ ബൈ പറഞ്ഞു പോയി തുടങ്ങി. അപ്പൊ അത്രയ്ക്കുള്ളൂ. ശരിട്ടാ.